നിന്റെ ദൈവമാതാവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സിനോടും സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാകുന്നു ഏറ്റവും വലിയ കൽപ്പന എന്ന് പഠിപ്പിച്ച ആ കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിൻ എന്നാകുന്നു എന്റെ കൽപ്പന എന്ന്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ എന്നാകുന്നു എന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത് യേശുക്രിസ്തുവിന്റെ പ്രാണനെ തന്നുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ ജീവനെ നമുക്ക് വേണ്ടി ബലിയാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് പരസ്പരം വേദനകളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആ ദൈവിക സ്നേഹത്തിൽ ആ ദൈവ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബം സന്തോഷമുള്ള ഒരു ഭവനമായി തീരും. നിങ്ങളുടെ കുടുംബം സ്വർഗീയ സമാനമായ ഒരു കുടുംബമായി തീരും. കർത്താവ് തന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ഭൂമിയിലാകണമേ എന്ന്. അതാണ് ആ സ്നേഹത്തിന്റെ സന്ദേശം, അതാണ് സ്വർഗരാജ്യത്തിന്റെ സന്ദേശം. ദൈവരാജ്യം ഈ ഭൂമിയിൽ വരിക, ദൈവരാജ്യം ഈ ഭൂമിയിൽ വരണമെങ്കിൽ അതെങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ കഴിയും? നമ്മൾ വാക്കിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ചില ആളുകൾ ഇത് ഉരുവിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആരെയും ചെറുതാക്കിയോ കുറ്റം പറയുകയോ ചെയ്യുന്നില്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ഭൂമിയിലാകണമെന്ന് ദിവസവും വൈകുന്നേരം അതല്ലെങ്കിൽ രാവിലെ നമ്മൾ ഇതിങ്ങനെ ഉരുവിട്ടാൽ ദൈവരാജ്യം ഭൂമിയിൽ വരുമോ? ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ വരുമോ? ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ വരണമെങ്കിൽ ആ ദൈവരാജ്യം ഭൂമിയിൽ വരണമെങ്കിൽ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിനെന്ന്. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ആ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ പോലും തരുവാൻ മടിക്കാതെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് പോലെ നമുക്ക് ഒരു പക്ഷേ മറ്റുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിനോ മറ്റുള്ളവരെ ആ ദൈവിക സ്നേഹം കാണിച്ചു കൊടുക്കുന്നതിനോ ആ ദൈവിക സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നതിനോ ഒരു പക്ഷേ നമുക്ക് അല്പം ഭാരമുള്ള അവസ്ഥ ഉണ്ടായിരിക്കാം, അല്പം വേദനയുള്ള അവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരണം വരിക്കുവാൻ തയ്യാറായ ആ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ ദൈവിക സ്നേഹം നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നാം മറ്റാ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ആ ദൈവിക സ്നേഹം നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ